ഹലോ എവരിവൺ, വെൽക്കം ടു A4 അടുക്കള. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നമുക്കൊരു വെറൈറ്റി പായസം ഉണ്ടാക്കിയാലോ? ഞാനിന്നൊരു ചേനപ്രഥമനാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും 3-ാം പാലുമായിട്ട് തരംതിരിച്ച് വെക്കണം. ചേന ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ 3-ാം പാലും ചേർത്ത് ഒന്ന് വേവിക്കുകയാണ്. ഞാൻ കുക്കറിനകത്താണ് വേവിക്കുന്നത്. നല്ല വേവുള്ളതുകൊണ്ട് കുക്കറിനകത്ത് വേവിക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചേനയാണ് എടുത്തേക്കുന്നത്. ഈ ചേനയ്ക്ക് ഞാൻ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. ചവ്വൂരി 50 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂർ കുതിർക്കാനായിട്ട് വയ്ക്കാം. 2-3 മണിക്കൂറൊക്കെ വയ്ക്കാം. നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ ഈ ചവ്വൂരിയിൽ ഒരു ശകലം തേങ്ങാപ്പാലും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് വേവാനായിട്ട് വയ്ക്കാം. ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ. ഇത് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. നമുക്കിനി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് നെയ്ക്കകത്ത് വറുത്തെടുക്കാം കേട്ടോ. ഞാൻ ഉരുളിക്കകത്ത് തന്നെയാണ് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മൂപ്പിച്ചെടുത്തിരിക്കുന്നത്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മൂപ്പിച്ചെടുത്ത ആ നെയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് ചവ്വൂരി വേവിച്ചത് ഒഴിച്ചു വയ്ക്കാം. ലൂസായിട്ടുള്ള ശർക്കരയാണ് ഞാൻ വാങ്ങിച്ചത്. അത് നമുക്കൊന്നും കൂടെ ഒന്ന് മെൽറ്റാകാൻ വേണ്ടിയിട്ട് വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കത് മെൽറ്റാകാൻ വയ്ക്കാം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ. നമ്മുടെ ചേന ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഈ ഉടച്ചു വെച്ച ചേന കൂടി നമുക്ക് ഉരുളിക്കകത്തോട്ട് ഇടാം. നമുക്കിതിനകത്തോട്ട് 2-ാം പാൽ യൂസ് ചെയ്ത് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. കുറച്ച് ഏലക്ക പഞ്ചസാരയും ചേർത്തൊന്ന് പൊടിച്ച് വയ്ക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1-ാം പാലും കൂടി ചേർത്തിട്ടുണ്ട്. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധിക സമയമൊന്നും നമുക്ക് വെക്കേണ്ടതില്ല. ഇതിനകത്തോട്ട് ഞാൻ നെയ്യ് കൂടി ചേർത്തു. ആ ഏലക്ക പൊടിച്ച് വെച്ചിരുന്നതല്ലേ, അതും കൂടി ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇതാ ചേനപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർക്കാം. ചേനയൊന്ന് വേവേണ്ട താമസമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം പെട്ടെന്നല്ലായിരുന്നു. തേങ്ങാപ്പാലും ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.